സുഹൃത്തുക്കളെ, ദാരിദ്ര്യം ഇല്ലാതാക്കുക ഇതൊരു സാമ്പത്തിക ലക്ഷ്യം മാത്രമല്ല, ഒരു മാനുഷിക ബാധ്യത കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിച്ചത് ഒരു സാധാരണ പ്രഖ്യാപനമല്ല, ഒരു ചരിത്ര നിമിഷമാണ്. ദാരിദ്ര്യം എങ്ങനെ ഉണ്ടായി? പലരും പറയുന്നു അവരുടെ കഴിവില്ലായ്മ കൊണ്ടാണ് ദരിദ്രരായത് എന്നാണ്. പക്ഷേ സത്യാവസ്ഥ എന്താണ്? ദാരിദ്ര്യം ഒരു വ്യക്തിയുടെ തെറ്റല്ല, അത് സാമൂഹ്യ അവസ്ഥയാണ്, ഒരു ഘടനാപരമായ അനീതിയാണ്. ഭൂമിയും പ്രകൃതി വിഭവങ്ങളും ചുരുക്കം ചിലരുടെ കയ്യിൽ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പോലും അവകാശം നഷ്ടമാകും. ഇന്ത്യയിലും ലോകത്തും ദാരിദ്ര്യം ഉള്ളിടത്ത് ഒരു വിഭാഗത്തിൻ്റെ മേൽക്കോയ്മ ഉണ്ടാവും. കേരളത്തിൻ്റെ പഴയകാല സാമൂഹ്യ ചരിത്രം, പഴയകാലത്ത് മലമ്പ്രദേശം, തരിശുഭൂമി, തകിടി പ്രദേശം, അതുപോലെ തന്നെ തീരഭൂമി, കൃഷിപ്രദേശം എന്നിങ്ങനെ വിഭജിച്ച ഭൂമി പ്രദേശങ്ങളിൽ ജനങ്ങൾ കൂട്ടായി ജീവിച്ചു. അവിടെ ഭൂമി എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിച്ചു. ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാവർക്കും പങ്കുണ്ടായിരുന്നു. അന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ പോലെ ദാരിദ്ര്യം കേട്ടുകേൾവിയില്ലായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? കാലക്രമത്തിൽ ഭൂമിയും അധികാരവും ഒരു വിഭാഗത്തിൻ്റെ കൈകളിൽ കേന്ദ്രീകരിച്ചു. ബ്രാഹ്മണ കുടിയേറ്റവും ചാതുർവർണ്ണ്യ വ്യവസ്ഥയും ജാതി അധിഷ്ഠിത ക്രമവും സമൂഹത്തെ വിഭജിച്ചു. ഭൂമിയില്ലാത്ത ജനവിഭാഗങ്ങളുണ്ടായി. താഴ്ന്ന ജാതിക്കാർ ഉൽപ്പാദിപ്പിച്ച ഭക്ഷണത്തിന് മേലും അവർക്ക് അവകാശമില്ലാത്ത അവസ്ഥ. ഇത് വ്യക്തിപരമായ പരാജയമല്ല, ഇത് ഫ്യൂഡൽ ചൂഷണ വ്യവസ്ഥയുടെ ഫലമായിരുന്നു. ദാരിദ്ര്യം ഒരു സാമൂഹ്യ നിർമ്മിതിയാണ്. നൂറ്റാണ്ടുകളായി ജാതി വ്യവസ്ഥയും ഭൂമിയുടെ ഉടമസ്ഥതയും സമ്പത്തിൻ്റെ ഏകോപനവും ദാരിദ്ര്യം സൃഷ്ടിച്ചു. പട്ടിണി ഒരു വ്യക്തിയുടെ വിധിയല്ല, ഒരു സാമൂഹ്യ അനീതിയുടെ ഫലമാണ്. മാറ്റത്തിൻ്റെ തുടക്കം ഈ ചൂഷണ വ്യവസ്ഥയെ ചോദ്യം ചെയ്തത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. അയ്യാ വൈകുണ്ഠസ്വാമിയുടെ സമപന്തി ഭോജനം, സഹോദരൻ അയ്യപ്പൻ്റെ മിശ്രഭോജനം, വാഗ്ഭടാനന്ദൻ്റെ പ്രീതി ഭോജനം ഇവ ജാതി മതിലുകൾ തകർക്കാനുള്ള ശ്രമങ്ങളായി. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചൂഷണ വ്യവസ്ഥയ്ക്കെതിരായ സംഘടിതമായ പോരാട്ടം ആരംഭിച്ചു. 1957 ലോകത്തിൽ ആദ്യമായി ബാലറ്റ് വഴി അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സമത്വത്തിനുള്ള അടിത്തറ പാകി. വിശപ്പിനെതിരായ പോരാട്ടം, പട്ടിണി ജാഥകൾ നടന്നു, കർഷകരുടെ അവകാശങ്ങൾക്ക് സമരം നടന്നു, ഭൂസമരം നടന്നു, ഭൂസമര നിയമങ്ങൾ നടപ്പിലാക്കി. ഒന്നാം പിണറായി സർക്കാർ കോവിഡ് കാലത്ത് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. ഇത് വെറും ഒരു കിറ്റ് വിതരണം മാത്രമല്ല, വിശപ്പിനെതിരായ ഒരു രാഷ്ട്രീയ നിലപാടായിരുന്നു. അതിദാരിദ്ര്യമുക്ത കേരളം എന്താണ് അതിൻ്റെ അർത്ഥം? 64,006 കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നത് ഒരു കണക്ക് മാത്രമല്ല. ഭക്ഷണം ഉറപ്പാക്കി, ചികിത്സ ഉറപ്പാക്കി, പാർപ്പിടം ഉറപ്പാക്കി, ഉപജീവനം ഉറപ്പാക്കി. അതായത് ഒരു മനുഷ്യനെ മാന്യമായി ജീവിക്കാൻ വേണ്ട അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കി. ഇതിൻ്റെ പ്രാധാന്യം നൂറ്റാണ്ടുകളായി ജാതി ഭൂമി ഉടമസ്ഥത ചൂഷണം സൃഷ്ടിച്ച അതിദാരിദ്ര്യ അവസ്ഥ ഇനിയില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഒരു ഭരണ നടപടി മാത്രമല്ല, ഒരു സാമൂഹ്യ ഇടപെടലാണ്. ഇത് ഒരു ഇടതുപക്ഷ സർക്കാർ സാമൂഹ്യ ഘടനയിൽ മാറ്റം വരുത്തിയതിൻ്റെ അടയാളമാണ്. ദാരിദ്ര്യം സ്വാഭാവികമല്ല, അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇതിനെ ഇല്ലാതാക്കാനും സംഘടിത രാഷ്ട്രീയ ഇച്ഛാശക്തി മതി. കേരളത്തിൻ്റെ അനുഭവം അതിൻ്റെ തെളിവാണ്. വിശപ്പില്ലാത്ത, അവമതിയില്ലാത്ത, സമത്വമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാനുള്ള നമ്മുടെ യാത്ര ഇനിയും കൂടുതൽ ശക്തമായി തുടരാൻ നമുക്കാവണം.